ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷൂബി യൂണിക് ടേസ്റ്റ്. ഞാൻ ജെയ്ഡൻ ജോർജ്. എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ്. ഞങ്ങളുടെ ഫാമിലി ഫ്രം അവർ ഫാമിലി. ജേഡൻ്റെ ഓണാശംസകളൊക്കെ കിട്ടിയല്ലോ. അപ്പം നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കാണിക്കുന്ന ഒരു സദ്യ അവിയലാണ് ഇന്നത്തെ ഓണം സീരീസിൽ. അതിനുവേണ്ടി അവിയലിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ: ക്യാരറ്റ്, മത്തങ്ങ, മുരിങ്ങയ്ക്ക, പയർ, 2-3 പച്ചമുളക്, ഒരു തക്കാളിക്കപ്പഴം, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ വഴുതനങ്ങ. ഇത്രയുമാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് പച്ചക്കറികൾ. ഇവിടെ അരപ്പിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത് ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 ചെറിയുള്ളി 3-4 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 1-2 വെളുത്തുള്ളിച്ചോള എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില. ഇത്രയുമാണ് ഞാൻ അവിയലിൻ്റെ അരപ്പിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം ചില സ്ഥലത്തൊക്കെ നമ്മൾ ഉള്ളി ഇടാറില്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഞങ്ങളുടെ കോട്ടയം സൈഡിലൊക്കെ ഞങ്ങൾ ഉള്ളി ഇടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം പല സ്ഥലത്തും പല രീതിയിലാണല്ലോ അവിയലും ഏത് സാധനമാണേലും പല രീതിയിലാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അവിയലുണ്ടാക്കാൻ തുടങ്ങാം. അവിയലുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടിരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കണം. ചീനിച്ചട്ടി നല്ലതായിട്ടൊന്ന് ചുറ്റിച്ച് വയ്ക്കുക. ചുറ്റിച്ച് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എണ്ണ പിടിക്കും. ഇപ്പം നമ്മുടെ പച്ചക്കറി നമുക്ക് അടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ ചൂടായിരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കണം. കടുകിട്ട് കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ. കടുകിട്ടിട്ടുണ്ട്. കടുക് നല്ലതായിട്ട് ചൂടായി പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നമ്മുടെ കരിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പില ഇട്ട് കൊടുക്കണം. കരിവേപ്പില കരിഞ്ഞൊന്നും പോകല്ല, ജസ്റ്റ് മൂത്ത് കിട്ടാവേ ചെയ്യാവുള്ളൂ. കരിവേപ്പില നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ അവിയലിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ സദ്യക്ക് എടുക്കുന്ന പോലെ തന്നെ ഞാൻ ഈ അവിയലുണ്ടാക്കുന്നത്. നമ്മുടെ പച്ചക്കറികളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഞാൻ ഈ പച്ചക്കറി വേവിച്ചെടുക്കുന്നത്. അല്ലാതെ ഞാൻ ഒട്ടും വെള്ളം എടുത്തിട്ടില്ല. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. കരിവേപ്പില ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളിൽ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി ഓരോന്ന് പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്ക മാത്രം ശ്രദ്ധിക്കുക. മുരിങ്ങയ്ക്കായും വഴുതനങ്ങായും നമ്മുടെ തക്കാളിക്കാപ്പഴവും ഏറ്റവും ലാസ്റ്റാണ് എപ്പോഴും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും ഞാൻ അവിയലിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ നമ്മുടെ സിമ്മിലോട്ട് നമുക്ക് നമ്മുടെ ഫ്ലെയിം വെച്ച് കൊടുക്കണം. സിമ്മിലിരുന്ന് ആ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വേകണം. ഒരു മൂടി അടച്ച് നല്ലതായിട്ട് സിമ്മിൽ വെച്ചിരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം. അരപ്പിന് വേണ്ടി അപ്പോൾ അരപ്പിന് വേണ്ടി നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കാം. അരപ്പിന് വേണ്ടി നമ്മുടെ തേങ്ങ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ കൂട്ടത്തിൽ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ജീരകം, 1 ടീസ്പൂൺ ജീരകം,
ഇവയാണ് ഒരു 2 അല്ലി വെളുത്തുള്ളി. ഇവയാണ് ഞാൻ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരണം. ഇത് നല്ലതായിട്ട് അരച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, അധികം പേസ്റ്റും ആവല്ല, എന്നാൽ അധികം ഇതായിട്ടും ഇല്ല. തരിതരിപ്പായിട്ട് ഒരു സ്വല്പം ഇതിലാണ് ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കണം. നമ്മുടെ പച്ചക്കറി എവിടം വരെയായി അടിക്കൊന്നും പിടിക്കുന്നില്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ അതിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൽ നിന്നുള്ള വെള്ളത്തിലാണ് അത് വെന്ത് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി അതിൻ്റെ നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലതായിട്ട് അത് തേച്ച് കൊടുക്കും. നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാലക്കൂട്ട് നല്ലതായിട്ട് തേച്ച് നമ്മുടെ പച്ചക്കറികൾ തേച്ച് പിടിപ്പിച്ച് വെക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം അത് പിന്നെ അടച്ച് വയ്ക്കുക. നല്ലതായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കണം. അതിലോട്ട് അപ്പം നമ്മുടെ പച്ചക്കറികൾ ഇവിടെ വെന്ത് നല്ലതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഇതിൻ്റെ പൊടികളുടെ പച്ചമണവും മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കതിലോട്ട് നമ്മുടെ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കാൻ വേണ്ടി നമുക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് അരപ്പ് നല്ലതായിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളിൽ നല്ലതായിട്ട് പിടിക്കണം. അതുവരെ നമുക്ക് കൈ വിടാതെ അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ അരപ്പിൻ്റെ അകത്തുള്ള മിക്സിക്ക് ജാറിലുള്ള അരപ്പ് നല്ല ക്ലീനായിട്ട് നമ്മുടെ പച്ചക്കറി അവിയൽ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയിലോട്ട് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് കഴുകി നല്ല ഇളക്കി യോജിപ്പിച്ച് അരപ്പും പച്ചക്കറി കഷ്ണങ്ങളുടെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലതായിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് പിന്നെയും സിമ്മിലിരുത്തി അതിനെ നല്ലതായിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചേക്കുന്ന പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. അപ്പം നമ്മൾ നോക്കിക്കേ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് 2-3 സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം, വെന്തോന്ന് നോക്കണം. വെന്ത് വരുമ്പോഴത്തേക്ക് തിരിച്ച് നമുക്ക് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുക്കണം അതിലോട്ട്. അപ്പം നമുക്ക് നമ്മുടെ കറി നന്നായിട്ട് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ 2-3 ടേബിൾ സ്പൂൺ തൈര്, കട്ടിത്തൈര്, ഒട്ടും പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കണം. പുളിയില്ലാത്ത തൈര് നല്ലതായിട്ട് യോജിപ്പിക്കണം നമ്മുടെ കറിയിലോട്ട്. ഏറ്റവും ലാസ്റ്റാണ് തൈര് ഒഴിക്കേണ്ടത്. തൈര് ഒഴിച്ചിട്ട് നല്ലതായിട്ട് കറി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ ഒരു 2 മിനിറ്റ് പിന്നെ അടച്ച് വയ്ക്കണം.
അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി എവിടം വരെ ആയെന്ന്. ലാസ്റ്റ് സ്റ്റേജാണ്. കറി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കരിവേപ്പില നല്ലതായിട്ട് ക്രഷ് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിയൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ലതായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഞാനിവിടെ ഇച്ചിരി കടുക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഇതിലോട്ട് നമ്മൾ കടുക് വറുത്തത് നമ്മുടെ അവിയലിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചിലയിടത്തൊക്കെ ഞങ്ങളിവിടെ അവിയലിന് കടുക് വറുക്കാറുണ്ട്, എല്ലാത്തിനും കടുക് വറുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സദ്യ അവിയൽ. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ. ഈ ഓണത്തിന് ഇങ്ങനെ നമുക്ക് അവിയൽ വെച്ച് നോക്കാം. അപ്പോൾ ശരി, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ഒക്കെ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.